അവൾ 9th ബ്രില്യൻ്റിൽ ചേർന്നതിന് ശേഷമാണ് അവളുടെ പഠിത്തത്തിൽ നല്ലൊരു ഹൈക്ക് ഉണ്ടായത്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എളുപ്പം. പറയേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ അവളുടെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല. അവൾ തന്നെ സ്വന്തമായിട്ട് പഠിക്കുകയും ചെയ്യുന്നത്. ഹായ് ഓൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ എനിക്കൊപ്പം ഉള്ളത് നിയാറ്റി ജോൺ അല്ലേ? ഇത്തവണത്തെ നീറ്റ് എൻട്രൻസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഒരു വിദ്യാർത്ഥിനിയാണ്. അപ്പം നിയയോട് തന്നെ നമുക്ക് വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയാം. നിയ ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥിനിയായിരുന്നു. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നിയയ്ക്ക് നമ്മളോട് പങ്കുവെക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. കൺഗ്രാജുലേഷൻസ്. എന്താണ് തോന്നുന്നത്? ഇപ്പം റിസൾട്ടൊക്കെ വന്നു, ഒരുപാട് നാളത്തെ ഒരു പ്രയത്നമായിരുന്നു, അതിന് ഒരു ഫലമുണ്ടായി. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പം എന്താ തോന്നുന്നത്? എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞാൻ 2 വർഷമായിട്ട് ബ്രില്യൻ്റിലെ റെസിഡൻഷ്യൽ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം നമ്മളെ സാറുമാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ ഡാൻസ് സാറും ജോർജ് സാറും ആയിരുന്നു. അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഞാൻ ഇത്തിരി മെന്റലി ഡൗൺ ആവുമ്പം എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും അവർ തന്നിരുന്നു. എനിക്ക് നീറ്റ് സ്കോർ 680 ഓൾ ഇന്ത്യ റാങ്ക് 717 ആയിരുന്നു. പ്രതീക്ഷിച്ച ഒരു മാർക്കും സ്കോറൊക്കെ കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? പേരൻസിന്റെയും പപ്പയും അമ്മയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഇത്തിരി റാങ്ക് കുറഞ്ഞാലും അവരെന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. ഒട്ടും വിഷമിക്കണ്ടെന്ന് പറയും. റാങ്ക് കുറഞ്ഞതിന് എന്നെ വഴക്ക് പറയോ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു എപ്പോഴും. ഓക്കെ, ബ്രില്യൻറ്റിലേക്ക് വരികയാണെങ്കിൽ ബ്രില്യൻറ്റിൽ എന്തെങ്കിലും ഒരു പ്രത്യേക അനുഭവങ്ങളോ അല്ലെങ്കിൽ ബ്രില്യൻറ്റിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടോ? ബ്രില്യൻറ്റിലെ ടീച്ചേഴ്സ് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതും ഓരോ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സും ആ സബ്ജക്റ്റിൽ നല്ല ഡീപ്പായിട്ട് നമ്മളെ പഠിപ്പിക്കുകയും ആ സബ്ജക്റ്റ് നന്നായിട്ട് അറിയാന്നുള്ള ടീച്ചേഴ്സ് ആയിരിക്കും നമുക്ക് ആ സബ്ജക്റ്റ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഓരോ ചാപ്റ്ററും നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മോളിപ്പോ പറഞ്ഞു ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ കോവിഡിന്റെ ആ ഒരു സാഹചര്യത്തിലായിരുന്നല്ലോ ഓൺലൈൻ ക്ലാസ്സുകളിലോട്ട് കടന്നത്. അപ്പം എങ്ങനെയായിരുന്നു ബ്രില്യൻറ്റിലെ ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ ഫെസിലിറ്റീസും ഒക്കെ മോൾക്ക് എങ്ങനെയാണ്? മോളെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം. കാരണം വേറെ ടൈം വേസ്റ്റ് ഒന്നും കാണില്ല. നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് രാവിലെ ഒരു 8 മണിക്ക് എണീറ്റ് ഒരു ഉച്ചയാകുമ്പോഴേക്കും ഒരു 3 o'clock ആകുമ്പോഴേക്കും എല്ലാ ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് പോകും. പിന്നെ അന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പഠിക്കാൻ നോക്കും. എന്തെങ്കിലും സാഹചര്യത്തിൽ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ പിന്നീട് പഠിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളും റെക്കോർഡഡ് ക്ലാസ് എപ്പോഴും നമ്മളെ എക്സാം കഴിയുന്നത് വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോൾ വേണേലും നമുക്ക് ഡൗട്ടുകൾ നോക്കുവാനും കാര്യങ്ങൾക്കൊക്കെ സാധിച്ചിരുന്നല്ലേ? ഏതെങ്കിലും ഒരു പ്രത്യേകം ഫേവറേറ്റ് സബ്ജക്റ്റ് ഉണ്ടോ? എനിക്ക് കെമിസ്ട്രി ആയിരുന്നു ഏറ്റവും ഇഷ്ടം സബ്ജക്റ്റ്. എന്തുകൊണ്ടായിരുന്നു കെമിസ്ട്രിയോട് ഒരു പ്രത്യേക താല്പര്യം തോന്നാൻ? കെമിസ്ട്രി എനിക്ക് പണ്ട് മുതലേ താല്പര്യം. ഓർഗാനിക് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. പഠിക്കുമ്പോഴും എനിക്ക് നല്ല മാർക്കും കിട്ടുന്നത് കെമിസ്ട്രിക്കായിരുന്നു. സ്കൂളിലാണ് പഠിച്ചതൊക്കെ? ഞാൻ ക്രൈസ്റ്റ് നഗർ സെൻട്രൽ സ്കൂൾ. അപ്പം ബ്രില്യൻറ്റിലേക്ക് വരികയാണെങ്കിൽ ബ്രില്യൻറ്റിൽ ഏതെങ്കിലും ഒരു ടീച്ചറിനെ കൂടുതൽ ഇഷ്ടം തോന്നുന്ന ഒരു ടീച്ചറോ അങ്ങനെ ഒരു ആരെങ്കിലും ഉണ്ടോ? എല്ലാ ടീച്ചേഴ്സും നല്ല സ്നേഹമുള്ള നല്ല ടീച്ചേഴ്സ് ആയിരുന്നു. ഇഷ്ടമുള്ള ടീച്ചേഴ്സ് എനിക്ക് ഞാൻ 9th ലും 10th ലും അവിടെ പഠിച്ചപ്പോൾ പ്രദീപ് സാർ എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു. ആ സാറ് നന്നായിട്ട് പഠിപ്പിക്കും. ആ സാറ് പഠിപ്പിച്ചതിന് ശേഷമാണ് എനിക്ക് കെമിസ്ട്രിയോട് അത്രയ്ക്ക് ഇഷ്ടം തോന്നിയത്. പിന്നെ ഓർഗാനിക് പഠിപ്പിക്കുന്ന അരുൺ സാറ്, ആ സാറിനെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അവരുടെ ക്ലാസ്സുകൾ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലേ? ഞങ്ങൾ 12th സ്റ്റാൻഡേർഡ് ആയപ്പോഴും നമുക്കൊരു ലേണിംഗ് ആപ്പ് തുടങ്ങിയിരുന്നു. അപ്പൊ ലേണിംഗ് ആപ്പ് നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. എക്സാംസ് കാണും അതില്, പിന്നെ അതിലും കുറച്ച് ക്ലാസ്സസ് കാണും. റിപ്പീറ്റേഴ്സിന്റെ
റിപ്പീറ്റേഴ്സിനെ പഠിപ്പിക്കുന്ന സാറുമാരുടെ ക്ലാസ്സസ് കാണും. അതും നമ്മൾ ചിലപ്പോൾ എടുത്ത് കാണാറുണ്ട്. ഒരുപാട് എക്സാംസ് കാണും. ഓരോ ചാപ്റ്റർ വൈസും ഈസി, മീഡിയം, ഹാർഡ് അങ്ങനെ ഓരോ ലെവൽ എക്സാംസ് കാണും. പിന്നെ നോട്ട്സ് കാണും. അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ലൈവായിട്ട് ചാറ്റ് ചെയ്യാം. അങ്ങനെ റിപ്പീറ്റേഴ്സിനോടൊക്കെ നമ്മൾ ഡൗട്ടൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ നല്ല ഫെസിലിറ്റീസ് ആയിരുന്നു ഈ ലേണിംഗ് ആപ്പിൽ. ഈ +2 ഒരു പഠന രീതിയും പിന്നെ ബ്രില്യൻറ്റിലേക്ക് വരുമ്പോൾ ആ ഒരു നീറ്റ് എക്സാമിന് വേണ്ടി ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അത് തമ്മിലൊരു വ്യത്യാസം. കാരണം സബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ ഫേസ് ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നു, അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പം ആ ഒരു രീതിയിലേക്ക് വന്നപ്പം എന്തായിരുന്നു തോന്നിയത്? ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ 9th-ലും 10th-ലും ബ്രില്യൻ്റ് ബാച്ചിലുണ്ടായിരുന്നു, ഫൗണ്ടേഷൻ ബാച്ചിൽ. അതുകൊണ്ട് എനിക്ക് കൂടുതൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എളുപ്പം. അതുകൊണ്ട് ഫസ്റ്റ് എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. എന്നാൽ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ നമ്മൾ തിയറി കുറച്ചും കൂടെ നന്നായിട്ട്, ടെക്സ്റ്റ് ഒക്കെ കുറച്ചും കൂടെ ഇത്തിരി ഒന്ന് ബൈ ഹാർട്ട് ചെയ്യണം, ബയോളജി ഒക്കെ ആണെങ്കിൽ. MCQ ആണെങ്കിൽ നമ്മൾ ഒരു ഐഡിയ മതി, നമുക്ക് MCQ ആൻസേഴ്സ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. മോൾക്ക് ഇനി ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ഒരു ഡ്രീം ക്യാമ്പസ് എന്നുള്ള രീതിയിൽ മനസ്സിലുണ്ടോ? അതായത് എനിക്ക് ഇന്ന് ശരി പഠിച്ചാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ അത്തരത്തിലേക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു? എനിക്ക് ജിപ്മറിൽ പഠിക്കണമെന്നായിരുന്നു താല്പര്യം. ഇപ്പം എയിംസ് റായ്പൂർ ആണ് പോവാനാണ് താല്പര്യം അല്ലേ? ഇവിടെ പേരെന്താ? ജോൺ കെ രാജൻ. എന്താ ചെയ്യുന്നത്? ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറാണ്, മാത്തമാറ്റിക്സ്. അല്ലേ. മോൾക്ക് ഇത്രയും നല്ലൊരു വിജയം ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നോ? അത് പ്രതീക്ഷിച്ചിരുന്നു. കാര്യം അവൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിലും കൂടുതൽ പ്രതീക്ഷിച്ചതാണ്. മോള് വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു? പഠിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളായിരുന്നു? അതായത് നമ്മൾ പറഞ്ഞിട്ട് പഠിക്കുന്നത്, സ്വന്തം ഇഷ്ടപ്രകാരം പഠിക്കുന്ന ഒരു ടൈപ്പായിരുന്നു? ഇല്ല, അവളെ ഞങ്ങൾ 9ാം ക്ലാസ് മുതലേ ബ്രില്യൻറ്റിൽ ഫൗണ്ടേഷൻ കോഴ്സിന് ചേർത്തതാണ്. അപ്പോൾ അന്ന് മുതലേ അവൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. പറയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ അവളുടെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല. അവൾ തന്നെ സ്വന്തമായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അമ്മയുടെ പേരെന്താണ്? എൻ്റെ പേര് ടീന. എന്താ ചെയ്യുന്നത്? KCB-യിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. മോൾക്ക് ഇത്ര നല്ലൊരു വിജയം ഉണ്ടാവുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നു. എന്ത് തോന്നി റിസൾട്ടൊക്കെ വന്നപ്പം, മാർക്കും റാങ്കും ഒക്കെ അറിഞ്ഞപ്പോൾ? സന്തോഷം തോന്നി. മോളെങ്ങനെയായിരുന്നു പഠിക്കാനൊക്കെ? അവളെ തന്നെ പ്ലാൻ ചെയ്ത് നന്നായി പഠിക്കുമായിരുന്നു. മോള് ബ്രില്യൻറ്റിനെ കുറിച്ചൊക്കെ പറയാറുണ്ടോ? ക്ലാസ്സുകളെ കുറിച്ചും പഠിക്കുമായിരുന്നു, നന്നായി പറയാറുണ്ട്. അവളെ 9th-ൽ ബ്രില്യൻറ്റിൽ ചേർന്നതിന് ശേഷമാണ് അവളുടെ പഠിത്തത്തിൽ നല്ലൊരു ഹൈക്ക് ഉണ്ടായത്. അല്ലേ? ഓക്കെ. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം ബ്രില്യൻറ്റിലേക്ക് വിടാമെന്ന് തീരുമാനിച്ചതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? നല്ലൊരു അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ നല്ല വിജയം കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രില്യൻറ്റ് ചേർത്തു. അപ്പോൾ നീയുടെ ബ്രദർ ആണല്ലേ? പേരെന്തായിരുന്നു? നിരേക് ടി ജോൺ. എത്രയല്ലേ പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്താ തോന്നുന്നത്? ചേച്ചിക്ക് ഇത്ര നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? പ്രതീക്ഷ ഉണ്ടായിരുന്നു. ചേച്ചി നന്നായിട്ട് പഠിക്കുമായിരുന്നു അല്ലേ? മോൻ എന്താവണമെന്നാണ് ആഗ്രഹം? എനിക്കൊരു IAS ഓഫീസറാണെന്നാണ് ആഗ്രഹം. IAS ഓഫീസറാണെന്നാണ് നല്ല ആഗ്രഹം അല്ലേ? ഓക്കെ. ചേച്ചി അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അപ്പം നീ ആഗ്രഹിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നന്നായി പഠിച്ച് ഒരു കരിയർ ഉണ്ടാക്കുവാൻ, നാടറിയുന്ന ഒരു വലിയ ഡോക്ടറായി മാറാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ടീം ബ്രില്യൻറ്റ് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.